Good morning, students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പവർ സീരീസ്, പവറുകളിൽ എക്സ്പ്രഷൻ വരുന്ന രീതിയിൽ പവറുകൾ, അതായത് നോക്കിയാൽ അറിയാം, പവർ സീരീസ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അതായത് നേരിട്ട് ഡെഫിനിഷനിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പവർ സീരീസ്. അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസ് പഠിക്കുന്നത് തന്നെ ഈ പവർ സീരീസുകളിലേക്ക് എത്താനും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫർദർ ഫംഗ്ഷൻസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റ് സീരീസിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഈ പവർ സീരീസ് ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് കിടക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. അതായത് ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് കിടക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പവർ സീരീസ് എന്നുള്ളത് നോക്കാം. An expression of the form sigma n equal to 0 to infinity a n into x minus c whole raised to n, which is equal to a naught plus a1 into x minus c plus a2 into x minus c whole square plus a3 into x minus c whole cube plus etc. ഈ എക്സ്പ്രഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കിട്ടുന്നത്. അതായത് സിഗ്മ n equal to 0 to infinity a n x minus c whole raised to n. അതിൽ n-ന് 0 എന്ന് കൊടുക്കുമ്പോൾ a naught എന്ന് കിട്ടുന്നു. n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ പ്ലസ് സിഗ്മ ആയതുകൊണ്ട് പ്ലസ് n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ a1 x minus c raised to 1, അതായത് x minus c plus etc. This is called a power series about c. സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചുറ്റും കിടക്കുന്ന ഒരു പവർ സീരീസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഈസ് കോൾഡ് എ പവർ സീരീസ് എബൌട്ട് സി. ഇഫ് സി ഈക്വൽ ടു 0, അതായത് ഈ സി പവർ സീരീസ് എബൌട്ട് 0 അല്ലെങ്കിൽ സിക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ ഈ സീരീസ് എന്താകും? എ എൻ എക്സ് സിഗ്മ n equal to 0 to infinity a n x raised to n എന്നുള്ള എക്സ്പ്രഷൻ ആകും. സിക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആകും. അപ്പോൾ ബാക്കിയുള്ളത് സിഗ്മ n equal to 0 to infinity a n x raised to n, which is equal to അതിനെ എക്സ്പാൻഡ് ചെയ്യുക. n-ന് 0 എന്ന് കൊടുക്കുമ്പോൾ a naught, n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ a1x plus a2x square plus a3x cube plus etc. This is a power series about 0 or about origin. അപ്പോൾ ഇതാണ് പവർ സീരീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ഐഡിയ, അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. കൺവെർജൻസ് ഡൈവർജൻസ് ഒക്കെ പിന്നെ വരുന്നതാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പവർ സീരീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പവർ സീരീസ് എബൌട്ട് സി, എനി പോയിന്റ്, എനി റിയൽ നമ്പർ സി ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം a naught plus a1 into x minus c plus a2 into x minus c whole square plus a3 into x minus c whole cube plus etc. Power series about the origin is expression of the form a naught plus a1, ഈ സിക്ക് 0 ആകും, a naught plus a1x plus a2x square plus a3x cube plus etc. അപ്പോൾ അതാണ് പവർ സീരീസിൻ്റെ എബൌട്ട് സിയും എബൌട്ട് ദ ഒറിജിനും ഉള്ള ഡെഫിനേഷൻ. ഇനി consider a power series sigma n equal to 0 to infinity a n x minus c whole raised to n. അപ്പോൾ ഈ പവർ സീരീസ് എപ്പോഴും അറിയാം നിങ്ങൾക്ക്. ഇൻഫിനിറ്റ് സീരീസിൻ്റെ കേസ് സംബന്ധിച്ച് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ഐദർ കൺവെർജ് ചെയ്യും ഓർ ഡൈവേർജ് ചെയ്യും. ഇത് രണ്ടുമാണ്. അല്ലെങ്കിൽ ഈ രണ്ട് കേസുകളാണ് ഇൻഫിനിറ്റ് സീരീസിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു പവർ സീരീസ് ആയതുകൊണ്ട് എക്സ് ഒരു വേരിയബിളാണ്. എക്സ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ചില എക്സുകൾക്ക് എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ പവർ സീരീസിന് ഒരു സമ്മ് കിട്ടും. കൺസിഡർ പവർ സീരീസ് സിഗ്മ n equal 0 to infinity a n x minus c whole raised to n. This power series may converge for all x element of R. അപ്പോൾ ഏതൊരു എക്സ് കൊടുത്തു കഴിഞ്ഞാലും ഈ പവർ സീരീസിന് ഒരു ഡെഫിനിറ്റ് സം ഒരു പക്ഷേ ഉണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. എക്സിന് സി എന്ന് കൊടുത്താൽ മാത്രമേ അതിന് ഇപ്പോൾ 0 ആയിരിക്കും, ടേംസ് a naught എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാം 0 ആയിരിക്കും. അപ്പോൾ മാത്രമേ അതിനൊരു ഡെഫിനിറ്റ് സം ഉണ്ടാവുകയുള്ളൂ. ചില കേസുകളിൽ എക്സ് എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കിടക്കുമ്പോൾ ചില വാല്യൂസിൻ്റെ ഇടയിൽ എക്സ് കിടക്കുകയാണെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് സം ഉണ്ടാകും. ഇങ്ങനെ 3 കേസുകളാണ് പവർ സീരീസിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത്. അതായത് ഈ പവർ സീരീസ് ചിലപ്പോൾ ഏത് എക്സ് കൊടുത്താലും ഒരു ഡെഫിനിറ്റ് സം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, അതായത് കൺവെർജ് ചെയ്യും. ചില കേസുകളിൽ എക്സിന് സി എന്ന് കൊടുത്താൽ മാത്രമേ ഒരു ഡെഫിനിറ്റ് സം ഉണ്ടാവുകയുള്ളൂ, അല്ലാത്ത പക്ഷേ അതിന് സമ്മേ ഉണ്ടാവുകയില്ല. ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ സമ്മില്ലാത്ത രീതിയിലായിരിക്കും ഇൻഫിനിറ്റ് സീരീസ് കിടക്കുന്നത്. എക്സിന് സി എന്ന് കൊടുത്താൽ പക്ഷേ സമ്മുണ്ട്, ബാക്കിയുള്ളതിനൊന്നിനും അങ്ങനെ വരാം. അതല്ല, എക്സ് എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ വാല്യൂ മാത്രം എടുക്കും. പർട്ടിക്കുലർ വാല്യൂ ഇൻ ദ സെൻസ് പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എക്സ് കിടക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ സിയുടെ ചുറ്റും കിടക്കുന്ന ഒരു ഇൻ്റർവെല്ലിൽ എക്സ് കിടക്കുകയാണെങ്കിൽ ഈ സീരീസിന് ചിലപ്പോൾ ഒരു ഡെഫിനിറ്റ് സം എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൺവെർജ് ചെയ്യും. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഇൻ്റർവെൽ സെൻറ്റേർഡ് അറ്റ് സി സച്ച് ദാറ്റ് ദ എബവ് പവർ സീരീസ് കൺവെർജസ് ഫോർ ഓൾ എക്സ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ ഇസ് കോൾഡ് ദ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഡെഫിനിഷനാണ് പറഞ്ഞത്, ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിയുടെ ചുറ്റും കിടക്കുന്ന ഒരു ഇൻ്റർവെല്ലിൽ ചില പർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്നത് സിയുടെ അപ്പുറത്ത് പുറത്തുള്ളത് ഇതേപോലത്തെ ചില ഇൻ്റർവെല്ലിൽ എക്സ് കിടക്കുമ്പോൾ ഈ സീരീസിൻ്റെ ഡെഫിനിറ്റ് സം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കൺവെർജൻസ് ടെസ്റ്റൊക്കെ ഉപയോഗിച്ച് ഡെഫിനിറ്റ് സം കണ്ടുപിടിക്കാൻ പറ്റും.
അങ്ങനെ ഉള്ള ഇൻ്റർവെല്ലുകളിൽ സിയുടെ ചുറ്റുമുള്ള എബൌട്ട് സി ഉള്ള ഇൻ്റർവെല്ലിൽ ഏറ്റവും വലിയ ഇൻ്റർവെല്ല്, ആ ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഏതൊരു എക്സിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഈ സീരീസിന് ഒരു ഡെഫിനിറ്റ് സം ഉണ്ടാകും. എക്സിന് ആ ഇൻ്റർവെല്ലിൽ കിടക്കുന്ന ഏത് വാല്യൂ കൊടുത്താലും ഈ ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ ഈ പവർ സീരീസ് ഒരു പർട്ടിക്കുലർ സം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ലാർജസ്റ്റ് ഇൻ്റർവെൽ, ആ ലാർജസ്റ്റ് ഇൻ്റർവെല്ലിൽ ആ ഇൻ്റർവെല്ലിൽ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഏത് എക്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ലാർജസ്റ്റ് ഇൻ്റർവെല്ലിനെ നമ്മൾ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നു. മാത്രമല്ല ആൻഡ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവെൽ ഇസ് കോൾഡ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ്. അപ്പോൾ അങ്ങനെയുള്ള ലാർജസ്റ്റ് ഇൻ്റർവെല്ലിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ആ ലെങ്ത്തിനെയാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. സർക്കിൾ ഓഫ് കൺവെർജൻസ് ഒക്കെ ഉണ്ട്, അത് ഈ 1 ഡയമെൻഷനിൽ വരില്ല, 2 ഡയമെൻഷനിൽ XY പ്ലെയിനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അത് ഇപ്പം മെൻഷൻ ചെയ്യാത്തത്. അത് ഹയർ ക്ലാസ്സുകളിൽ ഹയർ സെമ്മുകളിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ സിയുടെ ചുറ്റും ഏറ്റവും വലിയ ഇൻ്റർവെല്ല്, ആ ഇൻ്റർവെല്ലിൽ ഏതൊരു വാല്യൂ എക്സ് എടുത്തു കഴിഞ്ഞാലും പവർ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ പവർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലാർജസ്റ്റ് ഇൻ്റർവെല്ലിനെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്നും, അങ്ങനെയുള്ള ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി വാല്യൂവിനെ നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്നും പറയും. അപ്പോൾ ഇതാണ് പവർ സീരീസിനെ കുറിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. പവർ സീരീസ് എന്താണ്, എപ്പോഴാണ് അത് കൺവെർജ് ചെയ്യുമ്പോൾ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്താണ്, റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എല്ലാ പവർ സീരീസും എല്ലാ സ്ഥലങ്ങളിലും കൺവെർജ് ചെയ്തോളുന്നില്ല. ചില പോയിന്റുകളിൽ കൺവെർജ് ചെയ്യുന്നതായിരിക്കാം, ചില ഇൻ്റർവെല്ലിൽ കൺവെർജ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻ്റർവെല്ലിലും കൺവെർജ് ചെയ്യാത്ത സീരീസുകളും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ സീരീസിൻ്റെ പല ഫോമുകളും അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും റേഡിയസ് ഓഫ് കൺവെർജൻസുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, പവർ സീരീസ് അബൌട്ട് സിയുടെ ചുറ്റും കിടക്കുന്ന പവർ സീരീസ് എന്ന് പറയുമ്പോൾ A0 + A1 × x - c + A2 × x - c whole square + etc. അതാണ് പവർ സീരീസിൻ്റെ ബേസിക് ഡെഫിനേഷൻ. ഇനി നമുക്ക് 2-3 പ്രോബ്ലത്തിലേക്ക് പോവാം. Find the interval of convergence and radius of convergence of sigma n = 0 to infinity x raised to n by n plus. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് സീരീസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എ പവർ സീരീസ് അബൌട്ട് 0. x - c whole raised to n അല്ല, x raised to n ആണ് വരുന്നത്. അവിടെ x raised to n ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പവർ സീരീസ് അബൌട്ട് 0. അപ്പോൾ ഈ പവർ സീരീസിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും റേഡിയസ് ഓഫ് കൺവെർജൻസും ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ, ഇൻഫിനിറ്റ് സീരീസുകളെ കുറിച്ചുള്ള കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് റേഷ്യോ ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് റേഷ്യോ ടെസ്റ്റ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സിഗ്മ n = 1 to infinity an converges if limit n tends to infinity mod an plus 1 by an is less than 1. It diverges if this limit is greater than 1 and the test fails when the limit equal to 1. ഇത് റേഷ്യോ ടെസ്റ്റിൻ്റെ മുന്നത്തെ വീഡിയോയോ ടെക്സ്റ്റോ ഒന്നും എടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലത്തിലേക്ക് വരിക, എന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത് സിഗ്മ n = 0 to infinity x raised to n by n plus 1 ആണ്. Now an = x raised to n by n plus 1. അത് നോക്കിയാൽ അറിയാം, an = x raised to n by n plus 1. മോഡ് an എന്ന് പറയുന്നത് mod x raised to n by n plus 1. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് ലിമിറ്റ് n tends to infinity an plus 1 by an ആണ്, mod an plus 1 by an ആണ്. അപ്പോൾ mod an plus 1 = mod x raised to n plus 1 divided by n plus 2. ഇതിൽ n-ന് പകരം n plus 1 എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മോഡ് an എന്ന് പറയുന്നത് mod x raised to n by n plus 1-ഉം mod an plus 1 എന്ന് പറയുന്നത് mod x raised to n plus 1 by n plus 2-യുമാണ്. Now limit n tends to infinity mod an plus 1 by an എന്താണെന്നുള്ളത് റേഷ്യോ ടെസ്റ്റ് ആണ്. അപ്പോൾ limit n tends to infinity mod an plus 1 by an = limit n tends to infinity mod an plus 1 by an എന്ന് പറയുമ്പോൾ an plus 1 into 1 by an, an റെസിപ്രോക്കൽ. അപ്പോൾ an plus 1 എന്ന് പറയുന്നത് x raised to n plus 1 divided by n plus 2 into n plus 1 divided by x raised to n, an-ൻ്റെ ഇതിൻ്റെ റെസിപ്രോക്കൽ, ഈ സാധനത്തിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ limit n tends to infinity x raised to n plus 1-ഉം x raised to n എക്സുകൾ ക്യാൻസൽ ആയി പോകും, x raised to n-കൾ ക്യാൻസൽ ആയി പോകും. അപ്പോൾ limit n tends to infinity mod x into n plus 1 by n plus 2, ഈ n plus 1 by n plus 2. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity mod x into ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 1 plus 1 by n divided by 1 plus 2 by n, 1 plus 1 by n divided by 1 plus 2 by n. അപ്പോൾ ലിമിറ്റ് n tends to infinity mod an plus 1 by an equal to limit n tends to infinity x into 1 plus 1 by n divided by 1 plus 2 by n. n in infinity എന്ന് കൊടുക്കുമ്പോൾ this becomes 0, this becomes 0. As a whole this limit reduces to mod x.
അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an പ്ലസ് 1 ബൈ an ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ ബൈ റേഷ്യോ ടെസ്റ്റ് ഈ സീരീസ് എപ്പോഴാണ് കൺവെർജ് ചെയ്യുന്നത്? ദിസ് സീരീസ് കൺവെർജസ് ഇഫ് ദിസ് ലിമിറ്റ് ഇസ് ലെസ് ദാൻ 1, അതായത് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ 1. ബൈ റേഷ്യോ ടെസ്റ്റ് the series converges if mod x less than 1 and diverges if mod x greater than 1. അപ്പോൾ അതും കൂടി ഇതിൽ വേണമെങ്കിൽ എഴുതാം. diverges if mod x greater than 1. അപ്പോൾ this given infinite series converges for mod x less than 1, diverges for mod x greater than 1. ഒരു ആൻസർ ആയി. പക്ഷേ ഒരു കേസും കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഏതാണ്? മോഡ് എക്സ് ഈക്വൽ ടു 1. മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവെർജൻ്റ് ആണ്. മോഡ് എക്സ്, അതായത് ഈ എക്സിലത്തെ ഇഫ് മോഡ് എക്സ് ഇസ് ലെസ് ദാൻ 1 ദിസ് ഇൻഫിനിറ്റ് സീരീസ് കൺവെർജസ്. പക്ഷേ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ദ സീരീസ് ഡൈവർജസ്. മോഡ് എക്സ് ഈക്വൽ ടു 1 ഇവിടെ ലിമിറ്റ് 1 വന്നു കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ സ്പെസിഫിക് വേറെ കേസായിട്ട് വേണം അത് എടുത്ത് പഠിക്കാനായിട്ട്. സപ്പോസ് മോഡ് എക്സ് ഈക്വൽ ടു, അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ കൺവെർജൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഡൈവർജൻ്റ് ആണ്, അതിൽ സംശയമില്ല. പക്ഷേ മോഡ് എക്സ് ഈക്വൽ ടു 1, മോഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എപ്പോഴാണ് മോഡ് എക്സ് 1 ആവുന്നത്? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു -1. അപ്പോൾ എന്താ സീരീസ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു 1, മോഡ് എക്സ് ഈക്വൽ ടു 1ൻ്റെ കേസ് സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ മോഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഐദർ എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു -1. നൗ ഇഫ് എക്സ് ഈക്വൽ ടു 1, ഈ സീരീസിൽ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദ സീരീസ് ആസ് 1 ബൈ n പ്ലസ് 1. അതിന് എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സിഗ്മ 1 ബൈ n പ്ലസ് 1 ആണ്. സിഗ്മ 1 ബൈ n പ്ലസ് 1 equal 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്രാ. ഇത് ഹാർമോണിക് സീരീസ് ആണ്. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്രാ. അത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഡൈവർജൻറ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ദിസ് ഇൻഫിനിറ്റ് സീരീസ് ഡൈവർജസ്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവെർജൻ്റ് ആണ്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവർജൻ്റ് ആണ്. എക്സ് ഈക്വൽ ടു 1 ഡൈവർജൻ്റ് ആണ്. ഒരു കേസും കൂടിയുണ്ട്, എക്സ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 വരുമ്പോൾ ദ സീരീസ് ബിക്കംസ് സിഗ്മാസ് n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n ഡിവൈഡഡ് ബൈ n പ്ലസ് 1. ദ എക്സിന് -1 എന്ന് കൊടുക്കുമ്പോൾ ഇതിന് -1 എന്ന് കൊടുക്കുമ്പോൾ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n ഡിവൈഡഡ് ബൈ n പ്ലസ് 1. നോക്കിയാൽ അറിയാം ദാറ്റ് ഈസ് an alternating series. Alternating series എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോളൂ. എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ 1 -1 ബൈ 2 പ്ലസ് 1 ബൈ 3 -1 ബൈ 4 പ്ലസ് 1 ബൈ 5 അങ്ങനെ പോവാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 വരുമ്പോൾ ഈ സീരീസ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. വി യൂസ് ലെബിൻസ് ടെസ്റ്റ്. എപ്പോഴും ആൾട്ടർനേറ്റിംഗ് സീരീസ് വന്നു കഴിഞ്ഞാൽ ലെബിൻസ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ലെബിൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ലെബിൻസ് ടെസ്റ്റ് പ്രകാരം കൺവെർജൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം? an ഷുഡ് ബി ഗ്രേറ്റർ ദാൻ an പ്ലസ് 1. അതായത് ടേംസ് കുറഞ്ഞ് വരണം. മാത്രമല്ല ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an മസ്റ്റ് ബി 0. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ദ സീരീസ് ഈസ് കൺവെർജൻ്റ്. അപ്പോൾ നമുക്ക് വി യൂസ് ലെബിൻസ് ടെസ്റ്റ് ബൈ ടേക്കിംഗ് an ഈക്വൽ ടു 1 ബൈ n പ്ലസ് 1. അപ്പോൾ ലെബിൻസ് ടെസ്റ്റിന് an എന്ന് പറയുന്നത് 1 ബൈ n പ്ലസ് 1 ആണ്. a1 എന്ന് പറഞ്ഞാൽ n 0 മുതലാണെന്ന് ഓർക്കണേ. അപ്പോൾ a0 ഈക്വൽ ടു 1, a0 ഈക്വൽ ടു 1, a1 ഈക്വൽ ടു 2, a2 ഈക്വൽ ടു a0 ഈക്വൽ ടു 1, a2 ഈക്വൽ ടു 1 ബൈ a1 ഈക്വൽ ടു 1 ബൈ 2, a2 ഈക്വൽ ടു 1 ബൈ 3. അതായത് നമ്മളിവിടെ n-ന് 0 മുതലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ a0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. a0 ഇസ് ഗ്രേറ്റർ ദാൻ a0 എന്ന് പറഞ്ഞാൽ 1 ആണ്. a1 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 ആണ്. a2 എന്ന് പറഞ്ഞാൽ 1 ബൈ 3 ആണ്. നോക്കിയാലേ a0 ഇസ് 1 ബൈ 0 പ്ലസ് 1 ദാറ്റ് ഇസ് 1. a1 എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് 1 ദാറ്റ് ഇസ് 1 ബൈ 2. a2 എന്ന് പറയുന്നത് 1 ബൈ 2 പ്ലസ് 1. a2 ഇസ് 1 ബൈ 2 പ്ലസ് 1 ദാറ്റ് ഇസ് 1 ബൈ 3. അപ്പോൾ 1 ബൈ 2 1 ബൈ 3 അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. a0 ഗ്രേറ്റർ ദാൻ a1 ഗ്രേറ്റർ ദാൻ a2 ഗ്രേറ്റർ ദാൻ a3 ഗ്രേറ്റർ ദാൻ a4 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ലെബിൻസ് ടെസ്റ്റ് ഇസ് സാറ്റിസ്ഫൈഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n പ്ലസ് 1. ഒബ്വിയസ്ലി ദാറ്റ് ലിമിറ്റ് ഇസ് 0. അപ്പോൾ ലെബിൻസ് ടെസ്റ്റിൻ്റെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. ദ സീരീസ് കൺവെർജസ് വെൻ എക്സ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവെർജൻ്റ് ആണ്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവർജൻ്റ് ആണ്. മോഡ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുകയാണ്. എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ഡൈവർജൻ്റ് ആണ്. എക്സ് ഈക്വൽ ടു -1 വരുമ്പോൾ കൺവെർജൻ്റ് ആണ്. അപ്പോൾ ദ ഗിവൺ സീരീസ് കൺവെർജസ് ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ഈക്വൽ ടു -1. മോഡ് എക്സ് ലെസ് ദാൻ 1
x equal to minus 1 സീരീസ് കൺവർജൻ്റ് ആണ്. The given series converges if mod x less than 1 and x equal to minus 1. Therefore, the interval of convergence, അപ്പോൾ interval of convergence എന്താ വരിക? -1 കൺവർജൻ്റ് ആണ്, mod x less than 1 കൺവർജൻ്റ് ആണ്. Interval of convergence is -1 less x ഏത് ഇൻ്റർവെല്ലിൽ കിടക്കണം എന്നാലാണ് കൺവർജൻ്റ് ആവുന്നത്? -1 less than or equal to x less than 1 equal to 1 വരുമ്പോൾ ഡൈവർജൻ്റ് ആണ്, greater than 1 വരുമ്പോഴും ഡൈവർജൻ്റ് ആണ്. അപ്പോൾ the interval of convergence is -1 less than or equal to x less than 1. അപ്പോൾ -1 ഒഴിവാക്കി -1 ഉൾപ്പെടുത്തി. അതാണ് ഈ സീരീസിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവർജൻസ് എന്ന് പറയുന്നത്. Now what is the radius of convergence? ഈ ഇൻ്റർവെൽ ഓഫ് കൺവർജൻസിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി, അതാണ് റേഡിയസ് ഓഫ് കൺവർജൻസ്. ഈ ഇൻ്റർവെൽ ഓഫ് കൺവർജൻസ് ലെങ്ത്ത് എന്താ വരുന്നത്? 2 ആണ് ലെങ്ത്ത് വരുന്നത്. -1 to 0, 0 to 1, 1 plus 1 that is 2. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കൺവർജൻസ് ഈസ് അതിൻ്റെ ഹാഫ്, 2ൻ്റെ പകുതി ദാറ്റ് ഇസ് 1. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള റേഷ്യോ ടെസ്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർവെൽ ഓഫ് കൺവർജൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുക. സോ വെരി സിമ്പിൾ പ്രോബ്ലം. അതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ചും കൂടെ സ്പീഡിൽ പോവാതെ ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് നോക്കാം. Check the convergence of limit sigma n equal to 1 to infinity x raised to n by root 10. Sigma n equal to, അപ്പോൾ ഇവിടെ 0 വരുന്നില്ല, കാരണം n 0 വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയി പോകും, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ സിഗ്മ n equal to 1 to infinity x raised to n by root 10. ഇതേപോലെ തന്നെയാണ് റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ലിമിറ്റ് ഞാൻ ഇങ്ങനെ ഈ എക്സ്പ്ലനേഷൻസ് ഞാൻ ഒഴിവാക്കുകയാണ്, നേരിട്ട് ലിമിറ്റിലേക്ക് കിടക്കുകയാണ്, ലിമിറ്റ് റേഷ്യോ ടെസ്റ്റിലേക്ക് കിടക്കുകയാണ്. ലിമിറ്റ് n tends to infinity mod a n plus 1 by a n equal to limit n tends to infinity mod a n plus 1 by a എന്ന് പറഞ്ഞാൽ x raised to n plus 1 by root n plus 1. a എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് ഇവിടെ? here we have a n equal to x raised to n by root 10. x raised to n by root 10. അപ്പോൾ a n plus 1 എന്ന് പറയുന്നത് a n plus 1 equal to x raised to n plus 1 divided by root n plus 1 ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ, നേരിട്ട് ഇതിലേക്ക് കിടക്കാവുന്നതാണ്. ലിമിറ്റ് n tends to infinity mod a n plus 1 by a n equal to limit n tends to infinity x raised to n plus 1 by root n plus 1 into ഇതിൻ്റെ റെസിപ്രോക്കൽ root n by x raised to n. 1 by a n ആണ് വരിക, അപ്പോൾ root n by x raised to n. അപ്പോൾ again x മാത്രമാവും ഇവിടെ. ലിമിറ്റ് n tends to infinity mod x into root of n by n plus 1. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ root of n by n plus 1. n കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, കട്ട് ചെയ്ത് കളയുക. അപ്പോൾ 1 by 1 plus 1 by n ആയിരിക്കും വരിക. ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിമിറ്റ് n tends to infinity mod x into root of n by n plus 1 equal to ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ n ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ആൻഡ് യു ഗെറ്റ് ദ ആൻസർ ആസ് mod x. അപ്പോൾ ലിമിറ്റ് n tends to infinity mod a n plus 1 by a n equal to mod x. ദ സീരീസ് ഇവിടുത്തെ പോലെ തന്നെയാണ്. ദ സീരീസ് കൺവെർജസ് if mod x less than 1 and diverges if mod x greater than 1. അപ്പോൾ അതും കൂടെ ഇവിടെ എഴുതാം, diverge if mod x greater than 1. അത് രണ്ട് കേസും ഷുവറായി. നൗ ഒരു കേസുള്ളത് അടുത്ത കേസുള്ളത് റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആവുന്നത് ഈ mod x 1 ആകുമ്പോഴാണ്. അത് വേറെ എടുത്ത് നോക്കുകയാണ്. സപ്പോസ് mod x equal to 1, mod x equal to 1 എന്ന് പറയുമ്പോൾ x equal to 1 or x equal to -1. അപ്പോൾ അത് രണ്ട് കേസ് ഞാൻ ഇവിടെ എടുക്കുന്നു. x equal to 1, x equal to 1 എടുക്കുമ്പോൾ സിഗ്മ x raised to n by root n equal to സിഗ്മ 1 by root n. ഇത് ഹാർമോണിക് നമ്മൾ സിഗ്മ 1 by n raised to p is convergent for p greater than 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ when x equal to 1 the series becomes sigma 1 by root n raised to 1 by 2 less than 1 ആണ്. n raised to p യിലത്തെ p less than 1 ആണ്. പഴയ വീഡിയോസ് കണ്ടു നോക്കണം, അത് കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതാണ്. ഈ വീഡിയോ മാത്രമായിട്ട് കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കണം. അപ്പോൾ this series is divergent, അത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സിഗ്മ n equal to 1 to infinity 1 by n raised to p converges for p greater than 1, diverges for p less than or equal to 1. അപ്പോൾ ഇവിടെ less than 1 ആണ് വരുന്നത്, 1 by 2 ആണ് n-ൻ്റെ പവർ. അപ്പോൾ ദിസ് സീരീസ് അപ്പോൾ x equal to 1 വരുമ്പോൾ ദ സീരീസ് ഡൈവർജസ്. Now x equal to -1 വരുമ്പോൾ സിഗ്മ x raised to n by root n reduces to സിഗ്മ -1 raised to n by root n. ഇവിടെയും ഇവിടുത്തെ ലെബിൻസ് ടെസ്റ്റ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, ലെബിൻസ് ടെസ്റ്റ് ആണ്. a n equal to 1 by root n. ക്ലിയർലി a1 ഇവിടെ a നോട്ട് ആവശ്യമില്ല, n 1 to infinity ആണ്. അത് ഇവിടെ സീരീസിലെ n equal to 1 to infinity ആണ്. അപ്പോൾ ഇവിടുത്തെ പോലെ a നോട്ട് വേണ്ട, അവിടെ 0 to infinity ആയിരുന്നു. ഇവിടെ 1 to infinity ആയതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. a1 is 1 by root 1 that is 1. a2 എന്ന് പറഞ്ഞാൽ 1 by root 2. അപ്പോൾ a1 greater than a2 greater than a3 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഓക്കെ. ലിമിറ്റ് n tends to infinity a n equal to limit n tends to infinity 1 by root 10. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് 0. അപ്പോൾ ലെബിൻസ് ടെസ്റ്റിൻ്റെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? mod x less than 1 വരുമ്പോൾ കൺവെർജ് ചെയ്യും, mod x greater than 1 വരുമ്പോൾ ഡൈവേർജ് ചെയ്യും.
എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ഡൈവേർജ് ചെയ്യും, എക്സ് ഈക്വൽ ടു -1 വരുമ്പോൾ കൺവെർജ് ചെയ്യും. ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. സോ ദ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് ഈസ് -1 ഓർ ക്ലോസ്ഡ് അറ്റ് -1, ഓപ്പൺ അറ്റ് 1. ഇതാണ് ഈ സീരീസിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്. കാരണം -1ലും കൺവെർജ് ചെയ്യും, മോഡ് എക്സ് ലെസ് ദാൻ 1ലും കൺവെർജ് ചെയ്യും. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ അത് ഡൈവേർജ് ചെയ്യും. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ലും മോഡ് എക്സ് ഈക്വൽ ടു 1ലും മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ലും എക്സ് ഈക്വൽ ടു 1ലും അത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുമ്പോൾ -1 ക്ലോസ്ഡ് അപ് ടു 1, -1 1 ക്ലോസ്ഡ് അറ്റ് -1. ഇതാണ് അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെയാണ്. ഇതിൻ്റെ പകുതി, ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി, ദാറ്റ് ഈസ് ലെങ്ത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അഗെയിൻ 1 തന്നെയാണ്. അപ്പോൾ ദിസ് ഈസ് ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇസ് അഗെയിൻ ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻ്റർവെൽ, ദാറ്റ് ഈസ് അഗെയിൻ 1. അപ്പോൾ ദാറ്റ് ഈസ് the definition of power series and radius of convergence and interval of convergence. 2-3 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നത് തന്നെയേ ഉള്ളൂ. ഇതേപോലെ തന്നെ റേഷ്യോ ടെസ്റ്റ് പോലെ തന്നെ റൂട്ട് ടെസ്റ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വല്ലാതെ ലെങ്ത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പവർ സീരീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ള അടുത്ത ടൈലർ ആൻഡ് മെക്ലോറൻ സീരീസാണ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. സ്പെഷ്യൽ കേസ് ഓഫ് പവർ സീരീസാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എടുക്കാം. സോ താങ്ക് യു.